ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ കാണുക. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈൻ പഠിച്ചാലോ? അപ്പോൾ തുടക്കം തന്നെ നമുക്ക് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ്സ് പഠിക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ത്രെഡ് വേണം, പിന്നെ സൂചി വേണം. ഇത്ര വലിപ്പം തന്നെയുള്ളൊരു സൂചി. അടുത്തത് കത്രിക, സ്കെയില്, പെൻസിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു റിങ് ആവശ്യമാണ്. ഇതിനൊരു 40 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. പിന്നെ ക്ലോത്ത് ആണ് ഇതിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. വൈറ്റ് കളറിലെ മല്ലു ക്ലോത്ത് എന്നൊക്കെ പറയും. ഇത് മേടിക്കാൻ കിട്ടും കടയിൽ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള നൂല് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നൂല് കെട്ടിടുന്നതാണ്. കെട്ടിടാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് സൂചി കോർക്കേണ്ടത് കേട്ടോ. നൂലെടുക്കേണ്ടത് ഈ ഒരറ്റം മാത്രമേ കെട്ടിടാൻ പാടുള്ളൂ. ഒരറ്റം ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കണം. അപ്പോൾ ഇതേപോലെ വലിയൊരു ഹൂപ്പ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചുകൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ മുകളിൽ ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അടിവശത്ത് നിന്ന് സ്റ്റിച്ചിങ് മുകളിലേക്ക് കുത്തിയെടുക്കാം. ഒരേ അകലത്തിൽ വേണം നമ്മൾ സ്റ്റിച്ചിങ് കുത്തിയെടുക്കാനായിട്ട്. ഇതിലിപ്പോൾ കാണിക്കുന്നത് പോലെ ഒരേ അകലമായിരിക്കണം നമ്മൾ ഇതിൻ്റെ ഇടയിലിടുന്ന ഗ്യാപ്പുകൾ. നല്ല സ്റ്റിച്ചിങ് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചിങ് ആണ്. ഏതൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും എളുപ്പം ഉള്ളൊരു സ്റ്റിച്ചാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതൊരു പിക്ചറിലേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഹൂപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതൊരു പോപ്ലിൻ ക്ലോത്താണ്, മല്ലു തുണി എന്നൊക്കെ പറയും. അപ്പോൾ അതിലേക്ക് ഞാനൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു പിക്ചർ, ഒരു അണ്ണാൻ്റെ പടം. അപ്പോൾ അത് നമുക്ക് ഈ ഹൂപ്പിലോട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിന് നടുക്കുള്ള റിങ് എടുത്ത് ഇതുപോലെ പിക്ചർ അതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഈ റിങ് എടുത്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം ക്ലോത്ത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് സ്റ്റിച്ചിങ് നല്ല വൃത്തിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലൂസായിട്ട് അവിടെ അത് ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വലിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ മുറുക്കണ അനുസരിച്ച് അതോടെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ള സൂചിയും നൂലെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിക്ചറിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതേപോലെ കുത്തിയെടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ നേരത്തെ മോട്ടിഫിൽ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഔട്ട്ലൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ പൂർത്തിയായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി, നല്ല മനോഹരമായിട്ടുള്ളൊരു പിക്ചർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഇതേപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ വെച്ച് കുട്ടികളുടെ ടീഷർട്ടുകളിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ക്ലാസ് എല്ലാവർക്കും